നമസ്കാരം. രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്ത്രങ്ങളുടെ ചതുരംഗക്കളിയാണ്. എത്ര വൃത്തിയായി, എത്ര ഭംഗിയായി, എത്ര കൃത്യമായി തന്ത്രങ്ങൾ മെനയാനും അത് നടപ്പിലാക്കാനും കഴിയുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയ വിജയം സംഭവിക്കുന്നത്. തൽക്കാലം കേരളത്തിൽ പിണറായി വിജയനോളം മിടുക്കനായ ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ വേറെയില്ല. പിണറായി പറയുന്ന ഓരോ വാക്കിനും ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും കൃത്യമായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ എത്തിക്കാൻ പിണറായിക്കറിയാം. അങ്ങനെയാണ് പിണറായി തുടർഭരണം ഉറപ്പാക്കിയത്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന പ്രസംഗങ്ങൾ പോലും പിണറായിയുടെ കൃത്യമായ കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിലുള്ള തന്ത്രങ്ങളാണ്. ഞാൻ ഇന്നത്തെ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ശബരിമലയിലെ സ്വർണ്ണക്കേസ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിൻ്റെ തലയിലേക്ക് കെട്ടിവയ്ക്കാനുള്ള കൃത്യമായ ആസൂത്രണം പൂർത്തിയായിട്ടുണ്ട്. അത് വിജയിക്കുമെന്ന ആത്മവിശ്വാസം പിണറായിക്കുണ്ട്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മല പോലെ പാഞ്ഞു വന്നതായിരുന്നു, കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചതായിരുന്നു നയതന്ത്ര സ്വർണ്ണക്കേസ്. പക്ഷെ അതിന് എന്ത് സംഭവിച്ചു? അത് കൃത്യമായി 2021 രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ അനുകൂലമാക്കി മാറ്റാൻ പിണറായിക്ക് കഴിഞ്ഞു. എന്നാൽ കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ ഇങ്ങനെയാണോ? അല്ല. കോൺഗ്രസിനെ നിയന്ത്രിച്ചിരുന്ന യശശരീരരായ 2 നേതാക്കന്മാരുടെ കാര്യമെടുക്കുക. കെ കരുണാകരൻ്റെ കാലത്താണ് ചാരക്കേസ് ഉണ്ടാവുന്നത്. കരുണാകരൻ അതിലുള്ള ഏക പങ്ക് ആ പോലീസ് ഉദ്യോഗസ്ഥനെ വിശ്വസിച്ചു എന്നത് മാത്രമാണ്. അല്ലാതെ കരുണാകരൻ ചാരപ്പണി നടത്തിയെന്ന ആരോപണമില്ല. പക്ഷേ ആരോപണ വിധേയനായ ശ്രീവാസ്തവയെ അവസാന നിമിഷം വരെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. കരുണാകരന് പണി തെറിച്ചു. പാർട്ടിക്കകത്തും പുറത്തുമൊക്കെ കരുണാകരൻ ചാരനായി. പിന്നീട് എന്ത് സംഭവിച്ചു? കരുണാകരൻ അധികാരത്തിൽ നിന്നും നിഷ്കാസിതനായി. പിന്നീട് കരുണാകരനെ ഒരു തിരിച്ചുവരവേ ഉണ്ടായിട്ടില്ല. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു? ഈ ചാരക്കേസ് കള്ളമായിരുന്നു എന്ന് പറഞ്ഞ് പിണറായി സർക്കാർ അന്ന് ആരോപണ വിധേയനായ നമ്പി നാരായണന് കോടികൾ നഷ്ടപരിഹാരം കൊടുത്തു. ആരോപണം ഉന്നയിച്ചവർ മഹാന്മാരായി, ആരോപണത്തിന് ഇരയായി അധികാരം നഷ്ടപ്പെട്ട് കരുണാകരൻ പുറത്തായി. സോളാർ കേസെടുക്കുക. പിണറായി അധികാരത്തിലേക്ക് എത്തിക്കാൻ നിർണായകമായ പങ്ക് വഹിച്ചത് സോളാർ കേസായിരുന്നു. സോളാറിൽ ആഞ്ഞടിക്കുകയായിരുന്നു പിണറായി. ഉളുപ്പ് ലവലേശമുണ്ടെങ്കിൽ ഇറങ്ങിപ്പോ ഉമ്മൻചാണ്ടി എന്നാണ് പിണറായി അലറി വിളിച്ചത്. എന്നിട്ട് അധികാരത്തിലെത്തിയ പിണറായി എങ്ങനെയെങ്കിലും ഉമ്മൻചാണ്ടിയെ കുരുക്കാൻ പല വഴികൾ നോക്കി, പല അന്വേഷണങ്ങൾ നടത്തി. ഒടുവിൽ കുറ്റവിമുക്തരായി. ഗൂഢാലോചനയാണെന്ന് തെളിഞ്ഞു. ഉമ്മൻചാണ്ടിക്ക് വലിയ സഹതാപമുണ്ടായി. പക്ഷേ എന്ത് കാര്യം? ഉമ്മൻചാണ്ടി രോഗാതുരനായി മരണത്തിന് കീഴടങ്ങി. അതാണ് പറയുന്നത്, രാഷ്ട്രീയത്തിൽ കൃത്യമായ തന്ത്രമിറക്കിയാൽ ഏത് കള്ളത്തെയും വെളുപ്പിച്ചെടുത്ത് നേട്ടം കൊയ്യാം, ഏത് സത്യത്തെയും വളച്ചൊടിച്ച് ദോഷമുണ്ടാക്കാം. ഇങ്ങനെ ദോഷം ഏറ്റുവാങ്ങുന്ന കാര്യത്തിൽ UDFും ഗുണമേറ്റുവാങ്ങുന്ന കാര്യത്തിൽ LDFും മിടുക്കരാണ്. അതുകൊണ്ടാണ് ഈ അയ്യപ്പ സ്വർണ്ണക്കേസ് പോലും അവസാന സമയം പിണറായിക്ക് അനുകൂലമായി മാറാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറയുന്നത്. നോക്കൂ, ഇപ്പോഴത്തെ ഒരു കെണി, വെള്ളാപ്പള്ളി കെണി. വെള്ളാപ്പള്ളി എന്തുകൊണ്ടാണ് തുടർച്ചയായി മുസ്ലിം വിരുദ്ധ പ്രഭാഷണങ്ങൾ നടത്തുന്നത്? എന്തുകൊണ്ടാണ് മുസ്ലിം വിരുദ്ധ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്? അതിൽ പലതും നുണയാണെന്ന് നമുക്കൊക്കെ അറിയാം. മലപ്പുറത്ത് SNDPക്ക് ഒരു സ്ഥാപനം പോലും നടത്താൻ കഴിയുന്നില്ല എന്നാണ് വെള്ളാപ്പള്ളിയുടെ പ്രഖ്യാപനം. അങ്ങനെ നടത്താൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം വെള്ളാപ്പള്ളി പിന്തുണയ്ക്കുന്ന പിണറായി വിജയനാവണം. കാരണം പിണറായി ആണല്ലോ ഭരിക്കുന്നത്. അപ്പോൾ മലപ്പുറത്ത് പിണറായി SNDPക്ക് ഒരു സ്ഥാപനം തുടങ്ങാൻ അനുമതി കൊടുക്കുന്നില്ലെങ്കിൽ പിണറായിയാണ് ഉത്തരവാദി. പക്ഷേ പിണറായി അല്ല കുഴപ്പം, മുസ്ലിം ലീഗാണ് കുഴപ്പമെന്ന് പറയുന്നു. തുടർച്ചയായി മുസ്ലിം വിരോധം കുത്തിവയ്ക്കുന്നു. ഇങ്ങനെ പറയുന്ന വെള്ളാപ്പള്ളിയെ CPM തള്ളിപ്പറയുന്നില്ല. വെള്ളാപ്പള്ളി മതേതരത്തിന്റെ വക്താവാണെന്ന് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പറയുന്നു. വെള്ളാപ്പള്ളിയെ സ്വന്തം കാറിൽ കയറ്റി അവസാന നിമിഷം വരെ വെള്ളാപ്പള്ളി എന്ന മഹാനെ കൊണ്ടു നടക്കുമെന്ന് പിണറായി പറയുന്നു. ഇത് കൃത്യമായ അജണ്ടയാണ്. നഷ്ടപ്പെട്ടു പോയ മുസ്ലിം വോട്ടുകൾ അങ്ങ് പോവട്ടെ, ഹിന്ദു വോട്ടുകൾ ധ്രുവീകരിച്ച് UDFിൽ നിന്നും അകലട്ടെ എന്നുള്ള കൃത്യമായ അജണ്ട. ഈ അജണ്ട ഭംഗിയായി പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ കൊണ്ട് നടപ്പിലാക്കുന്നു. ഇത് ഫലവത്താകില്ല എന്ന് എങ്ങനെ കരുതാൻ പറ്റും? നമ്മൾ ഏറ്റവും ഒടുവിലത്തെ വിവാദം നോക്കുക. റിപ്പോർട്ടർ ചാനലിൻ്റെ ലേഖകരോട് തട്ടിക്കയറുന്നു, അവരെ തല്ലാൻ തുടങ്ങുന്നു, മൈക്ക് അടിച്ച് വീഴ്ത്തുന്നു. എന്നിട്ട് റിപ്പോർട്ടർ ചാനലിൻ്റെ ലേഖകൻ തീവ്രവാദിയാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു ലേഖകനെ, മുസ്ലിം നാമധാരിയായ ലേഖകനെ, അയാളുടെ പേരിൻ്റെ പേരിൽ തീവ്രവാദി എന്ന് പ്രഖ്യാപിച്ചാൽ എന്തുകൊണ്ട് കേസില്ല? റിപ്പോർട്ടർ ചാനലിന് പരാതിയില്ല, പോലീസിന് പരാതിയില്ല, ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ബുദ്ധിജീവികൾക്കും പരാതിയില്ല, ഒരൊറ്റ കേസുമില്ല. ഇങ്ങനെ ഒരു പ്രസ്താവന ഒരു മുസ്ലിം നാമധാരിയെ തീവ്രവാദി എന്ന് കാരണമുണ്ടായിട്ട് കൂടി പറയുന്നത് ഞാനായിരുന്നു എന്ന് കരുതുക, അല്ലെങ്കിൽ മറുനാടനിൽ ആരെങ്കിലും ആണെന്ന് കരുതുക. എന്തിനേറെ കടുത്ത ഇസ്ലാമിക വർഗീയത പറയുന്ന മീഡിയ വണിൽ അടുപ്പൂട്ടി ചർച്ചക്കാരെ കുറിച്ച് വിശേഷിപ്പിക്കുമ്പോൾ
തീവ്രവാദികൾ എന്നൊരു വാക്ക് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന് കരുതുക. പിറ്റേ ദിവസം അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുമായിരുന്നു. കളമശ്ശേരി സ്ഫോടന കേസ് സംഭവിക്കുമ്പോൾ പല സാധ്യതകളെക്കുറിച്ച് ഞങ്ങൾ പറയുന്നു. ഞാൻ പറഞ്ഞ ഒരു സാധ്യത, ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം നടക്കുകയാണ്. യഹോവ എന്ന് ദൈവത്തെ വിളിക്കുന്നത് ജൂതന്മാരാണ്. അതുകൊണ്ട് ഈ ജൂതവിരോധികളായ ആരെങ്കിലും, ഞാൻ മുസ്ലിം എന്ന് പറഞ്ഞിട്ടില്ല, ജൂതവിരോധികളായ ആരെങ്കിലും ഈ യഹോവ സാക്ഷികൾ ജൂതന്മാരാണെന്ന് കരുതി ചെയ്തതാവാം ഒരു സാധ്യതയാണ്. അങ്ങനെ ഒരു സാധ്യത പറഞ്ഞതിൻ്റെ പേരിൽ 4 പോലീസ് സ്റ്റേഷനുകളിലാണ് എനിക്കെതിരെ കേസെടുത്തത്, ജാമ്യമില്ലാ വകുപ്പ്. പക്ഷെ വെള്ളാപ്പള്ളി നടേശൻ ഒരു മാധ്യമ പ്രവർത്തകനെ അയാളുടെ മതം നോക്കി തീവ്രവാദി എന്ന് ഒരു തെളിവുമില്ലാതെ വിശേഷിപ്പിക്കുമ്പോൾ കേസില്ല എന്ന് പോട്ടെ, പരാതിയില്ല. റിപ്പോർട്ടർ ചാനൽ പരാതിപ്പെട്ടോ? ഈ ചാനലുകളൊക്കെ സുരേഷ് ഗോപി വഴിയെ നടന്നു പോയപ്പോൾ നോക്കിയെന്ന് പറഞ്ഞ് കേസ് കൊടുത്തവരില്ലേ ഇവരെ? എന്നിട്ട് പരാതിപ്പെട്ടില്ല. ഇതാണ് ഞാൻ പറയുന്നത്. ഇതൊരു വലിയ ഗൂഢാലോചനയാണ്. CPM-നോട് ചേർന്ന് നിൽക്കുന്ന റിപ്പോർട്ടർ ചാനൽ വെള്ളാപ്പള്ളിയെ പ്രകോപിപ്പിച്ചതിന്റെ പിന്നിൽ പോലും കൃത്യമായൊരു ധാരണ കാണാം. വെള്ളാപ്പള്ളിയും പിണറായിയും റിപ്പോർട്ടറും ഒക്കെ ചേർന്നുള്ള ഒരു ഗൂഢാലോചനയാണെങ്കിൽ പോലും, ഉറപ്പൊന്നുമില്ല, ആണെങ്കിൽ പോലും സംശയിക്കേണ്ടതില്ല. കാരണം അതാണ് പിണറായിയുടെ രാഷ്ട്രീയ തന്ത്രം. ആ കെണിയിൽ വീണുപോയത് ആരാണ്? UDF. വെള്ളാപ്പള്ളിയെ മുമ്പിൽ നിർത്തി പിണറായി ഒരു കെണി വെച്ചു. ആ കെണിയിൽ UDF വീണുപോയി. യൂത്ത് കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുത്തൂരാണ് ആവേശ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുത്ത് കോൺഗ്രസ് പാർട്ടിയെയും UDF-നെയും കൊണ്ടുപോയി കെണിയിൽ വീഴ്ത്തിയത്. വെള്ളാപ്പള്ളി നടേശന്റെ മുഖത്ത് കരിയോയിൽ ഒഴിക്കുന്നവർക്ക് സമ്മാനം പ്രഖ്യാപിക്കുകയാണ് ഹാരിസ് ചെയ്തത്. ഓർക്കണം, ഹാരിസ് മുസ്ലിം നാമധാരിയാണ്, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്, മലപ്പുറംകാരനാണ്. മലപ്പുറം എന്ന് പറഞ്ഞാൽ ആകെ കുഴപ്പമാണെന്നാണ് ഇവർ പറയുന്നത്. ആ ഹാരിസ് പറയുന്നു വെള്ളാപ്പള്ളി നടേശന്റെ മുഖത്ത് കരിയോയിൽ ഒഴിച്ചാൽ സമ്മാനമെന്ന്. വാസ്തവത്തിൽ ഈ കെണിയുടെ വില കോൺഗ്രസ് നൽകേണ്ടി വരും. കാരണം ഒരർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ അഴിമതിക്കാരനാണ്, ധാർഷ്ട്യക്കാരനാണ്, വർഗീയത പറയുന്ന ആളാണ്. പക്ഷെ വെള്ളാപ്പള്ളി നടേശൻ ഒരു സമുദായത്തിൻ്റെ ആചാര്യനാണ്. NSSന് സുകുമാരൻ നായർ പോലെ, സീറോ മലബാർ സഭയ്ക്ക് റാഫേൽ തട്ടിൽ പോലെ, ഓർത്തഡോക്സുകാർക്ക് കാതോലിക്ക ബാവ പോലെ തന്നെയാണ് SNDP-ക്കാർക്ക് വെള്ളാപ്പള്ളി നടേശൻ. ആ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഒരു കാര്യം ഓർക്കണം, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായ പാണക്കാട് തങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ ആചാര്യനാണ്. തങ്ങളെ വിമർശിക്കാൻ അവർ അനുവദിക്കാറില്ല. രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് ആയിട്ട് കൂടി തങ്ങളെ വിമർശിക്കാൻ പാടില്ല. അത് മതവിമർശനമായി കണക്കാക്കുന്നു. അവിടെയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന സമുദായ ആചാര്യനെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് കരിയോയിൽ ഒഴിക്കണം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത്. ഇതിന്റെ രാഷ്ട്രീയം മാറ്റിവെക്കുക, ഇതിന്റെ സമുദായം മാത്രം പരിഗണിച്ചാൽ അത് കുഴപ്പം ചെയ്ത പ്രസ്താവനയാണ്. ഒരു സമുദായ ആചാര്യന്റെ മുഖത്ത് കരിയോയിൽ ഒഴിക്കണം എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ചില്ലറയാണോ? കാന്തപുരത്തിന്റെ മുഖത്ത്, പാണക്കാട് തങ്ങളുടെ മുഖത്ത്, മാർ റാഫേൽ തട്ടിന്റെ മുഖത്ത്, സുകുമാരൻ നായരുടെ മുഖത്ത്, എന്തിന് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ മുഖത്ത് കരിയോയിൽ ഒഴിക്കണമെന്ന് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ പറയുമോ എന്ന ചോദ്യമാണ് ഇവർ ഉയർത്തുന്നത്. ഇത് വലിയ കെണിയാണ്. ആ കെണിയിൽ ആ യൂത്ത് കോൺഗ്രസ് നേതാവ് വീണുപോയി. വലിയ തോതിൽ അത് ഏറ്റെടുത്തിരിക്കുന്നു. വെള്ളാപ്പള്ളി പറയുന്ന മലപ്പുറത്തെ ഹിന്ദു വിരുദ്ധതയുടെ പ്രതീകമാണ് എന്നവർ പറയുന്നു. ഓർക്കുക, UDF അധികാരത്തിൽ വന്നാൽ ന്യൂനപക്ഷങ്ങളുടെ ഭരണമായിരിക്കും, മുസ്ലിം ഭരണമായിരിക്കും എന്ന് പ്രചരിപ്പിക്കുന്നവർ ശക്തമാണെന്ന് ഓർക്കണം. മറുഭാഗത്ത് ആ പ്രചരണം നയിക്കുന്നത് ഹിന്ദു സഖാക്കളും സംഘികളും ക്രിസംഘികളും ഒരുമിച്ചാണ്. ആ പ്രചരണത്തിന് വളമിട്ട് കൊടുക്കുകയാണ്, വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ചെയ്തത്. അത് ചാടിപ്പിടിച്ചിട്ടുണ്ട് പലരും. MV ഗോവിന്ദൻ തറപ്പിച്ചു പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞാൽ ഉടൻ ഒരാൾ വർഗീയവാദിയാകുമോ? വെള്ളാപ്പള്ളി വർഗീയവാദി അല്ല. വളരെ കൃത്യമായ മറുപടിയാണ്. അതേസമയം BJP നേതാവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ ഇങ്ങനെ എഴുതി: ഹാരിസ് മുത്തൂർ എന്ന യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റിനോടും കേരളീയ സമൂഹത്തിന്റെ അറിവിലേക്കുമാണ് ഇവിടെ പറയാനുള്ളത്. SNDP യോഗത്തിന്റെ ആദരണീയനായ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനെ കരിയോയിൽ ഒഴിച്ച് ആക്രമിക്കുന്നവർക്ക് പണവും അവാർഡും നൽകും എന്ന് പരസ്യമായി ആഹ്വാനം ചെയ്തത് മാധ്യമ വാർത്തകൾ വഴിയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആദ്യം തന്നെ കോൺഗ്രസിന്റെ മുഖം മൂടി അണിഞ്ഞ ജിഹാദിയോട് പറയാനുള്ളത്, ഇത് വാര്യംകുന്നിന്റെ 1921 അല്ല, നരേന്ദ്രമോദി നയിക്കുന്ന 2026 എത്തി ഈ നാട്. നിങ്ങൾ എത്ര മതേതര മുഖം മൂടി അണിഞ്ഞാലും ഉള്ളിലുള്ള ജിഹാദിത്തരം അറിയാതെ പുറത്തേക്ക് വരും. കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിലെ ഏതാണ്ട് 23% വരുന്ന പ്രധാനപ്പെട്ട വിഭാഗമാണ് ഈഴവ തീയ വിഭാഗം. ആ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന SNDP-യുടെ അനിഷേധ്യനായ നേതാവാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ജിഹാദിയുടെ വിരട്ടൽ ഭീഷണിയൊന്നും ഇങ്ങോട്ട് ഇറക്കരുത്. കേരളത്തിൽ ഇന്നും ഹിന്ദു സമൂഹം 54% ഉണ്ട് എന്നുള്ള കാര്യം മിസ് യൂത്തനെ ഓർമ്മപ്പെടുത്തുകയാണ്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയെ 3ആയി വിഭജിക്കണം എന്ന്
തിട്ടൂരം ഇറക്കിയിട്ട് ആഴ്ചയായില്ല. അതിനു മുമ്പ് ശ്രീ വെള്ളാപ്പള്ളി നടേശനെതിരെ അടുത്ത തിട്ടൂരം. മലപ്പുറവും മലബാറും ആരുടെയും കുത്തകയാണെന്ന് കരുതേണ്ട. മതേതര കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞാൽ മഹാരാഷ്ട്രയിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അവർക്ക് SDPI സഖ്യകക്ഷിയാണെങ്കിൽ കേരളത്തിൽ മുസ്ലിം ലീഗും വെൽഫെയർ പാർട്ടിയും പിന്നെ രഹസ്യമായി SDPIയും സഖ്യകക്ഷികളാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ തുറന്നു പറയാറുള്ളത്, അമ്പലം കൊള്ളക്കാരായ കമ്മ്യൂണിസ്റ്റുകളേക്കാൾ 100 ഇരട്ടി വീര്യമുള്ള ഉഗ്രവിഷമാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പിന്തുണയോടെ അധികാരത്തിലെത്താൻ ശ്രമിക്കുന്ന UDF എന്ന വർഗീയ മുന്നണി. എന്തിന് BJP എന്ന് ചോദിച്ചുകൊണ്ട് മതേതരൻ എന്ന ഊറ്റം കൊള്ളുന്ന ഹിന്ദുവിനോടും ക്രിസ്ത്യാനിയോടും ദേശീയവാദി മുസ്ലിമിനോടും എനിക്ക് പറയാനുള്ളത്, വരും തലമുറകൾക്ക് ഈ നാട്ടിൽ സമാധാനത്തോടെ സ്വസ്ഥമായി ജീവിക്കണം. എന്തുകൊണ്ട് BJP എന്ന ചോദ്യത്തിന് ഇതാണ് ഉത്തരം. ജനസംഖ്യ വർധനവിന്റെ പേരിൽ മലപ്പുറത്തെ 3ആയി മുറിക്കണം എന്ന് വാദിക്കുന്നവർ ഭാവിയിൽ ജനസംഖ്യാടിസ്ഥാനത്തിൽ കേരളത്തെ 100ആയി വിഭജിക്കണം എന്ന ആവശ്യവുമായി വരും. യാതൊരു സംശയവും വേണ്ട. ഒരു 10 വർഷം കഴിയുമ്പോൾ ഈ നാട്ടിൽ കമ്മ്യൂണിസം മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടില്ല. കോൺഗ്രസിനെ അപ്പോഴേക്കും ലീഗും വെൽഫെയർ പാർട്ടിയും SDPIയും ഉൾപ്പെടെയുള്ള സംഘടിത ശക്തികൾ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കാം. ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പോലെ ഹിന്ദു സമൂഹത്തിലെ സമുന്നതനായ നേതാവിനെ കരിയോയിലൊഴിച്ച് ആക്രമിക്കാനുള്ള പരസ്യാഹ്വാനം ചെയ്യാൻ കോൺഗ്രസ് മുഖംമൂടി ധരിച്ച ഈ കൂട്ടർക്ക് കഴിയുമെങ്കിൽ ഭാവിയിൽ അത് ഭയാനകമായ അവസ്ഥയിലേക്ക് നീങ്ങും, സംശയം വേണ്ട. ISISലേക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരെ റിക്രൂട്ട് ചെയ്ത മണ്ണാണ് നമ്മുടെ കൊച്ചു കേരളവും. കാശ്മീരിൽ ഇന്ത്യൻ ആർമിയുടെ വെടിയേറ്റ് മരിച്ച തീവ്രവാദികളെ വരെ സൃഷ്ടിച്ച മണ്ണാണ് കേരളം. നിരോധിക്കപ്പെട്ട സിമിയും NDFും പോപ്പുലർ ഫ്രണ്ടും മദനിയുടെ ISSും ജന്മം കൊണ്ട മണ്ണാണ് ഈ കൊച്ചു കേരളം. അതുകൊണ്ട് തന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നേരെ ആക്രമണ ആഹ്വാനത്തെ നിസ്സാരമായി കാണാൻ കഴിയാത്തത്. ചെങ്ങന്നൂരിലെ ABP നേതാവ് 21 വയസ്സുള്ള വിശാൽ വധം. കൊന്നവർ ആരുമില്ല, കണ്ടവർ ആരുമില്ല. നടുറോഡിൽ പട്ടാപ്പകൽ നടന്ന സംഭവം എന്താല്ലേ? ഇതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, കേരളത്തിൽ എന്തുകൊണ്ട് BJP വരണം? നമുക്ക് വേണ്ടിയല്ല, നമ്മുടെ കൊച്ചു കേരളത്തിൽ സുരക്ഷിതമായി വരും തലമുറയ്ക്ക് ജീവിക്കാൻ. അതിനെ ഇവിടെ BJP വരേണ്ടത് അനിവാര്യമാണ്. കലിമ ചൊല്ലാൻ അറിയാത്തതിന്റെ പേരിൽ കശ്മീരിൽ 26 നിരപരാധികൾ കൊല്ലപ്പെട്ടത് നാം മറക്കാൻ സമയം ആയി വരുന്നതേ ഉള്ളൂ. നമ്മുടെ കൊച്ചു കേരളത്തിൽ മതത്തിന്റെ പേരിൽ ജനസംഖ്യയുടെ പേരിൽ 100ആയി കീറിമുറിക്കാതിരിക്കാൻ, വരും തലമുറകളെ സുരക്ഷിതമായി ഈ മണ്ണിൽ ജീവിക്കാൻ ഇവിടെ BJP വരണം. വന്നേ മതിയാവൂ. ഇനിയും നേരം വിളിക്കാത്തവർക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. നോക്കുക, എത്ര ബുദ്ധിപരമായിട്ടാണ് BJP ഇത് ഏറ്റെടുത്തതെന്ന്. BJP മാത്രമല്ല, CPM ഏറ്റെടുത്തു. ഇതാണ് കോൺഗ്രസ് പാർട്ടിക്ക് രാഷ്ട്രീയ വിവേകവും തന്ത്രവുമില്ല എന്ന് പറയുന്നത്. അവർ പണി ചോദിച്ചു വാങ്ങുകയാണ്. ഇതിൻ്റെ വില അവർക്കൊരുപക്ഷെ കൊടുക്കേണ്ടി തന്നെ വരാം.